നമുക്ക് വേണ്ടുന്ന ചേരുവകളെല്ലാം ആയിട്ടുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞല്ലോ ബീറ്റ്റൂട്ടിൻ്റെ ഒരു പുതിയ ഡിഷ് ഉണ്ടാക്കുവാണെന്ന്. അപ്പം ഞാൻ അതിന് കുറച്ച് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളി, കാന്താരി, ഇത് കുറച്ച് ഉഴുന്നാണ്. പിന്നെ നമുക്ക് വേണ്ടുന്ന നാളികേരം ഉണ്ട്, ആവശ്യത്തിനുള്ള പുളി. ഇത് നാളികേരമാണ്. നമുക്ക് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടുന്ന ചേരുവകളെല്ലാമാണ് ഞാൻ എടുത്തേക്കുന്ന. ആവശ്യത്തിനുള്ള പുളി. ചേരുവകളെല്ലാം അവരവരുടെ ഇഷ്ടത്തിന് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. ഞാനിവിടെ മുളക് ചേർക്കത്തില്ല, പച്ചമുളകാണ് ചേർക്കുന്നത്. പിന്നെ വേണ്ടുന്നത് കറിവേപ്പില. അപ്പോൾ നമുക്കിതൊന്ന് തയ്യാറാക്കാം. നമ്മുടെ തൊടിയിലെ ഫ്രഷാണത് കരിവേപ്പില. നമ്മൾ കരിവേപ്പില വിറ്റുമ്പോൾ എപ്പോഴും ഒടിച്ചെടുക്കണം, ഇങ്ങനെ ഇത് പൊട്ടിക്കിളിച്ച് വരത്തുള്ളൂ. നമ്മൾ കാന്താരിമുളകാണ് പറിക്കുന്നത്. എല്ലാം പറിച്ചെടുക്കാം. ഇതെല്ലാം കിളി അങ്ങ് കൊണ്ടുപോവാണ്. പഴുത്ത് നിൽക്കുന്നതെല്ലാം കിളി കൊത്തിക്കൊണ്ട് പോകും. കിളിയെടുത്തതിൻ്റെ ബാക്കി നമുക്ക് കിട്ടും. അവർ തന്നെ കാഷ്ടിച്ചിടുന്ന പിന്നെ കിളിച്ച് വരുന്നത്. നമ്മൾ നടുന്നതല്ല, തന്നെ കിളിച്ച് വരുന്നതാണ്. ഇപ്പം കിളി തിന്നുന്നത് ഒരു തരത്തിൽ ഉപകാരമാണ് നമുക്ക്. നമ്മൾ പാവി കിളിപ്പിക്കാൻ നടക്കണ്ട, അവർ തന്നെ നമുക്ക് പുതിയ തൈകൾ തരും. ഇപ്പം നമുക്ക് മനസ്സിലായല്ലോ, കാന്താരിയും പച്ചമുളകൊക്കെ എടുത്തിട്ടുണ്ട്. എന്തിനാന്നുള്ളത് ഏകദേശം മനസ്സിലായി കാണും. പിന്നെ ഇത് കണ്ടില്ലേ, ഇത് എൻ്റെ ഒരു കോവലിൻ്റെ മൂടാണ്. പണ്ട് മുതലേ ഉള്ളൊരു കോവലാണ്. അതിങ്ങനെ ഇവിടെ നിന്നൊക്കെ പൊട്ടിക്കിളിച്ച് വരും. അപ്പം പൊട്ടിക്കിളിച്ചിങ്ങനെ പോയിട്ടുണ്ട്. പകുതി രണ്ടുണ്ട്. എൻ്റെ തടിയാണിത്. ഇങ്ങനെ ശാഖകൾ വന്നുകൊണ്ടിരിക്കുവാണ്. കിളിച്ചിങ്ങനെ കൂടെ വന്നിട്ട് അതിനെ ഓരോ ഞാമ്പ് വന്ന് കാ പിടിച്ചില്ല. അതിനെ നമ്മൾ പടർത്തിയാലേ ഒക്കത്തുള്ളൂ. കണ്ട, കാ പിടിക്കണമെങ്കിൽ പടർത്തിയെടുക്കണം. ഒരെണ്ണം അങ്ങ് മേളിൽ നമ്മുടെ ഒരു കോവലാണ്, കണ്ടില്ലേ? കോവലിങ്ങനെ പടർന്ന് കയറി മേപ്പോട്ട് വരുന്നുണ്ട്. ആ കോവലിൻ്റെ മൂടാണിത്. ഉണ്ടോ? ഭയങ്കര വലിപ്പത്തിലങ്ങ് നിൽക്കുക. അതിൽ നിന്ന് പൊട്ടിക്കിളിച്ച ഇത് ഉഴുന്ന് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. ചെറുതായിട്ടൊന്ന് ചുമക്കണം. സ്വല്പം വെളിച്ചെണ്ണ ഒഴിക്കണം. നമുക്കിത് വഴറ്റിയെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വേണം മൂപ്പിച്ചെടുക്കാൻ. അത് ഉഴുന്നൊക്കെ ചുമന്ന് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഓരോ ചേരുവ ഇട്ട് കൊടുക്കാം. ഈ പച്ചമുളക് ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി തന്നെ എടുക്കാൻ ശ്രമിക്കുക. ചെറിയ ഉള്ളിയാണ് ടേസ്റ്റ്. ഒരു കൈ എടുത്തിട്ടുണ്ട് ഞാൻ. ഇതൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. അങ്ങനെ വഴറ്റിയെടുത്താൽ ഇത്തിരി ചമ്മന്തി അധികം ഇരുന്നാൽ പോലും കേടാവത്തില്ല. നമ്മളിതെല്ലാം വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം.
പുളി ആദ്യമേ ഇടാം. ഉപ്പും പുളിയും കൂടെ ആകുമ്പോൾ പെട്ടെന്ന് അരിഞ്ഞ് കിട്ടും. ഇനി നമുക്ക് ബാക്കി ചേരുവകളൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരയ്ക്കാം. ഉഴുന്ന് നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ബാക്കി ചേരുവകളെല്ലാം നല്ലപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കണ്ടോ? ഇനി നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. നമ്മുടെ ചമ്മന്തിയൊക്കെ നല്ല വൃത്തിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതല്ലേ, ഇത് നമുക്കൊരു ഡിഷിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് ചമ്മന്തി നല്ല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതൊരു വെറൈറ്റി ചമ്മന്തിയാണ്. ഞാൻ ചമ്മന്തിയുടെ ഒരു ഫാനായതുകൊണ്ട് ഓരോ ദിവസവും ഓരോ വെറൈറ്റി ചമ്മന്തി ഉണ്ടാക്കി സ്വാദിഷ്ടമായിട്ടാണ് ഉണ്ണുന്നത്. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോ കാണാം. നമുക്കത് ഇതൊന്ന് അലങ്കരിച്ച് വെക്കാം. അപ്പോൾ നമ്മൾ നല്ല ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇത് നല്ല ഹെൽത്തി ചമ്മന്തിയാണ്. കുട്ടികൾക്കൊക്കെ ബീട്രൂട്ട് കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ ഏറ്റവും നല്ലതാണ്. ഒരു ചോറിപ്പരട്ടി കഴിക്കുമ്പോൾ ബീട്രൂട്ടിൻ്റെ ഗുണവും കൂടെ ശരീരത്തിൽ ചെല്ലും. അപ്പോൾ ഇത് നമ്മളൊന്ന് ഡെക്കറേറ്റ് ചെയ്യുകയാണ്. കണ്ടോ? നല്ലൊരു മണമുണ്ട്. ബീറ്റ്റൂട്ട് തോരനും ചമ്മന്തിയോട് ഒന്നിച്ച് പരട്ടി കഴിക്കുന്ന ഒരു ടേസ്റ്റാണ്. നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോ കാണാം. ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.